അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു കുഞ്ഞു ഡേ ഇൻ മൈ ലൈഫ് ആയിട്ടാണ്. അപ്പോൾ അതാ ഇന്ന് രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ചെയ്യുമ്പോഴാണ് നമ്മൾ വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം പഴം അതേപോലെ കോഴിമുട്ട പുഴുങ്ങിയതായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിച്ച് പിന്നെ കുറേ നേരം അവിടെയും ഇവിടെയും നോക്കി നടന്ന് ഫുഡ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതിന് മുന്നേത്തുള്ള നോക്കി നടന്നതിൻ്റെ ശേഷമാണ് പിന്നെ വീഡിയോ എടുക്കാമെന്നുള്ളൊരു ഐഡിയ വരുന്നത്. കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇന്ന് എന്താ പറയുക, മെയ് ലാസ്റ്റ് ഇതാണ്, 31-ാം തീയതിയാണ്. അപ്പം ഒരു ചെറിയ പ്രിപ്പറേഷനൊക്കെ ഉണ്ട്, ജസ്റ്റ് ക്ലീനിങ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ആയപ്പോൾ ഒരു ചെറിയ വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ചു. വലിയ സംഭവബഹുലമായിട്ടുള്ള ഉണ്ടായൊന്നുമില്ല, ഒരു ചെറിയ ഒരു 2 തട്ടിക്കൂട്ടില്ല, അത്രയ്ക്ക് തന്നെ ഉള്ളൂ. അപ്പോൾ നമ്മൾ പൂച്ചക്കുട്ടിനെ എടുത്ത് ഇങ്ങനെ ഉള്ളിൽ വന്ന് കുറച്ച് വീഡിയോസൊക്കെ എടുത്തു. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട്. 3 കുട്ടികളാണുള്ളത്, 2 വെള്ളയാണ്. ഇതാണ് അതിൽ ഓടുവണ്ണായിട്ടുള്ളത്. അപ്പം അതിനായിട്ട് കുറച്ച് നേരം ഇങ്ങനെ അതിനെങ്ങനെ വെറുപ്പിച്ച് കളിക്കാനൊന്നും ആയിട്ടില്ല, എന്നാലും കുഴപ്പമൊന്നുമില്ല. അങ്ങനെ പിന്നെ മഴക്കാലത്ത് എല്ലായിടത്തുള്ള പരിപാടി തിരുമ്പ, അത് കൊണ്ടുപോയി മേലെ കൊണ്ടുപോയി ചിക്ക, കാണുന്ന റൂമിലൊക്കെ അതിലും കെട്ടി അതിമേലൊക്കെ ചിക്കിയിടുക. എല്ലായിടത്തും ഉണ്ടോ ഈ സംഭവം? അധികം എല്ലാ വീട്ടിലും മിഡിൽ ക്ലാസ് ഫാമിലിയിലൊക്കെ അധികമായി കാണുന്ന ഒരു സംഭവമാണ്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ ചെറുതായിട്ട് ബുള്ളറ്റ് ജേണലൊന്ന് സെറ്റ് ആക്കിയിട്ടുണ്ട്. ജൂണത്തെ ഫുള്ള് കഴിഞ്ഞിട്ടില്ല, ഇനിയും ചെറിയ പരിപാടിയും കൂടി ഉണ്ട്. അപ്പോൾ ജസ്റ്റ് കള്ളിപ്പെട്ടിയും സാധനങ്ങളൊക്കെ വരച്ച് ഞാൻ ഉണ്ടാക്കിയ കവായ് സ്റ്റിക്കേഴ്സിനെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. സത്യം പറയണല്ലോ, ആ കവായ് സ്റ്റിക്കേഴ്സ് എനിക്ക് ഇപ്പോഴാണ് ഉപകാരപ്പെട്ടത്. അപ്പോൾ ഇനിയും ഞാൻ ഉണ്ടാക്കും. അപ്പോൾ അതിൻ്റെ വീഡിയോ വേണമെങ്കിൽ നമ്മളെ ഷോർട്ട് വീഡിയോസിലുണ്ടാവും, പോയി കണ്ടു നോക്കുക. അങ്ങനെ പൂച്ചകളൊക്കെ വെറുതെ വീഡിയോസൊക്കെ എടുത്ത് തെറിപ്പിച്ചു. ഉമ്മ പറഞ്ഞു വീട്ടിനുള്ളിൽ നിറച്ച് മാറാലൊക്കെ ഉണ്ട്, അപ്പോൾ ഒന്ന് തട്ടിക്കൂട്ടി വൃത്തിയാക്കണം എന്ന് പറഞ്ഞു. അപ്പം കുറച്ചായി, ഇനിയിപ്പം സ്കൂളൊക്കെ തുറന്നാൽ 10th ആണ്, നമുക്കങ്ങനെ നേരം ഉണ്ടാവില്ല. ഞായറാഴ്ചകളിലും വീട്ടിലുണ്ടാവാൻ ചാൻസ് കുറവാണ്. ഇപ്പം നമുക്ക് ട്യൂഷനില്ല 3 ദിവസമായിട്ട്, സ്കൂളൊക്കെ തുറക്കാനായില്ല. പൂൽക്കോൽക്കായിട്ടുള്ള തിരക്കൊക്കെ ഉണ്ട്, അതുകൊണ്ട് ഇപ്പോൾ ട്യൂഷനില്ല. അപ്പം ഇപ്പോഴേ ഈ പരിപാടിയൊക്കെ നടക്കുള്ളൂ. അങ്ങനെ ഇതൊക്കെ സെറ്റാക്കി അങ്ങനെ ഓൾമോസ്റ്റ് താഴത്തെ 2 റൂമും അതേപോലെ തന്നെ ഡൈനിങ് ഹാളും അതേപോലെ സിറ്റ് ഔട്ടൊക്കെ ഒന്ന് ജസ്റ്റ് തട്ടിക്കൂട്ടി ഒന്ന് മറാലൊക്കെ തട്ടി ഒന്ന് അടിച്ചു തരികയാണ്. കട്ടിൻ്റെ ചൂടും അൾമാറിൻ്റെ ചൂടൊക്കെ ഞാൻ അതേപോലെ എൻ്റെ സ്റ്റഡി ടേബിളിലുള്ള ഏരിയ, എൻ്റെ മേലത്തെ ഡെസ്കും ആ റൂമും ഒന്ന് അടിച്ചു തരും. കാരണം വെച്ചാൽ ക്രാഫ്റ്റൊക്കെ ചെയ്യണതുകൊണ്ട് കുറേ എന്താ പറയുക വേസ്റ്റ് ഇങ്ങനെ നിലത്തേക്കിടും. അപ്പോൾ അതൊക്കെ ഒന്ന് വാരി അടിച്ചു തരികയാണ്. എപ്പോഴും വൃത്തികേടായി കിടക്കുന്ന ഏരിയയാണ് എൻ്റെ അലമാറേൻ്റെ ഉള്ളിൽ. എന്ന് വെച്ചാൽ എൻ്റെ ഈ മേക്കപ്പ് സ്കിൻ കെയർ ഐറ്റം അങ്ങനെയൊന്നും പറയില്ല, എന്നാലും അതൊക്കെ കിടക്കുന്ന ഏരിയയിൽ ഒന്നാകെ വൃത്തികേടായി എന്താണെങ്കിൽ പരന്നിങ്ങനെ കിടക്കും. പക്ഷെ ഇപ്പോൾ ഈയിടായിട്ടൊന്നും കുഴപ്പമില്ല. അപ്പം ഉള്ളതൊന്ന് ജസ്റ്റ് ഒന്നിങ്ങനെ വൃത്തിയായി കൊടുക്കുകയാണ്. പിന്നെ ഞാൻ മാറാല തട്ടി അടിച്ചേരി അങ്ങനെയൊക്കെ ഓരോ പരിപാടിയാണ്. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർക്കാണെങ്കിൽ എൻ്റെ പേര് ഫാത്തിമ ദിയ, ഞാൻ ഇനി 10th-ക്കാണ്. അപ്പോൾ നമ്മുടെ ചാനൽ എസ്തെറ്റിക് ലൈഫ് സ്റ്റൈൽ വ്ളോഗ്സൊക്കെയാണ് ഉണ്ടാവുക. പിന്നെ ക്രാഫ്റ്റ് വീഡിയോസ് അപ്ലോഡ് ചെയ്യും. പിന്നെ അതേപോലെ തന്നെ ഒരു ടീനേജേഴ്സിന് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള ചാനലാണ്. മേക്കപ്പ് സ്കിൻ കെയർ ചെറുതായിട്ടുള്ള അതൊക്കെ എല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ടീനേജേഴ്സ് സ്റ്റുഡൻസിന് പറ്റിയൊരു അടിപൊളി ചാനലാണ്. നിങ്ങൾ എൻ്റെ വീഡിയോസൊക്കെ ചെക്ക് ചെയ്തിട്ട് ഇഷ്ടമാണെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഈ വീഡിയോസൊക്കെ എന്തെങ്കിലുമൊക്കെ സജഷൻസൊക്കെ പറയുകയാണെങ്കിൽ നിങ്ങൾ കമൻറ്റ് ആക്കുക. അങ്ങനെ പിന്നെ ഞങ്ങൾ കഞ്ഞിയൊക്കെ കുടിക്കുകയാണ്. അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒരു നീണ്ട നേരം കഴിഞ്ഞിട്ടാണ് വീഡിയോ എടുക്കൽ. എനിക്ക് കുറച്ച് ഓർമ്മശക്തിയൊക്കെ കൂടുതലായതുകൊണ്ട് ഞാൻ വീഡിയോ ക്ലിപ്സ് എടുക്കൽ കുറച്ച് കൂടുതലാണ്. അപ്പോൾ അതാ ഉച്ചയ്ക്ക് വീഡിയോ എടുക്കാൻ മറന്നു. ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ചതിന് ശേഷം പിന്നെ എൻ്റെ കസിൻസും എൻ്റെ റിലേറ്റീവ്സൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല. പിന്നെ ഒരു നീണ്ട നേരം കഴിഞ്ഞ് വൈകുന്നേരമാണ് വീഡിയോ എടുക്കണം, ഇന്ന് ഞാൻ വീഡിയോ എടുക്കണ്ടല്ലോ എന്നുള്ളൊരു ഓർമ്മ വരുന്നത്. അങ്ങനെ പിന്നെ കുറച്ച് നേരം പുറത്തൊക്കെ ഇറങ്ങിയതിൻ്റെ ശേഷം പിന്നെ നമ്മുടെ ബാഗൊക്കെ തിരുമ്പിയിട്ടാണ്. കാരണം നമുക്ക് സ്കൂൾ തുറക്കാനായി, 2-ാം തീയതി സ്കൂൾ തുറക്കും. അപ്പോൾ ഒരു സ്കൂൾ പ്രിപ്പറേഷനും എന്ന വണ്ണം ഒരു ബാഗും അതേപോലെ തന്നെ ഈ ഒരു പൗച്ചൊക്കെ ഒന്ന് ഞാനൊന്ന് തിരുമ്പിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് ഉണക്കാൻ വേണ്ടി വെക്കുകയാണ്. കാരണം ഇനി നാളെയും കൂടി ഉണ്ട്, അപ്പോൾ ഒന്ന് ഉണങ്ങി കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇനി നമുക്ക് അടുത്ത പരിപാടി എന്താ വെച്ചാൽ നമ്മുടെ ഈ ജൂൺത്തെ പ്ലാനർ കംപ്ലീറ്റ് ചെയ്യണം. ഇതിപ്പോൾ ഏകദേശമൊക്കെ സെറ്റാക്കി വരച്ചൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്താണ് തീമിൽ നമ്മുടെ ഇതൊക്കെ എന്തിനാണ് ഹാബിറ്റ് ട്രാക്കറിന്ന്, അതേപോലെ പ്ലാനർ, മൂഡ് ട്രാക്കർ വരയ്ക്കാനുണ്ട്, പിന്നെ ഗോൾസ് എഴുതാനുണ്ട്. അപ്പോൾ അതൊക്കെ എഴുതി കൊടുക്കുകയാണ്. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതിന് ഈ കവർ പേജ് ഉണ്ടാക്കണ വീഡിയോ നമ്മുടെ ചാനലിൽ വിട്ടിട്ടുണ്ട്, ഓൾറെഡി ഷോർട്സ് ആയിട്ട് വിട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ വേണമെങ്കിൽ ഒന്ന് പോയി കണ്ടു നോക്കുക. അപ്പോൾ അത് നമ്മളടുത്ത് എന്താ വെച്ചാൽ ഒരു ബ്രൗൺ പേപ്പർ എടുത്ത് ജസ്റ്റ് ഒരു പീസ് എടുത്താണ്ട് വെച്ചിട്ട് അതിൻ്റെ മേലെ നമ്മൾ എന്താണോ ഇത് ഹാബിറ്റ് ട്രാക്കർ ആണെങ്കിൽ അതൊക്കെ നമ്മൾ എഴുതി കൊടുക്കുകയാണ്. ഈ കുറച്ച് കമൻസിന് റിപ്ലൈ തരാം. ഞാനിപ്പോൾ അധികം ഇങ്ങനെയാണ്, ഏത് ആപ്പിലാണ് എഡിറ്റ് ആക്കുക എപ്പോഴും വരുന്ന ക്വസ്റ്റ്യനാണ്. ഏത് ആപ്പിലാണെന്ന് വെച്ചാൽ
ഇൻഷോട്ടിലാണ് ഞാൻ മെയിനായിട്ട് എഡിറ്റ് ചെയ്യൽ. പിന്നെ ഇൻട്രോസൊക്കെ ഞാൻ ക്യാൻവയിൽ പോയിട്ട് എഡിറ്റാക്കും. അതേപോലെ തന്നെ തംബ്നെയിൽ ക്യാൻവ, പിക്സാർട്ട് എല്ലാത്തിലും കയറും. അങ്ങനെ ഒന്നുമില്ല, ഞാൻ തന്നെ ഇങ്ങനെ നമുക്ക് ഏതാണോ ഓരോന്നിലാണ് ഉണ്ടാവുക. അപ്പം മെയിനായിട്ട് വീഡിയോസ് എഡിറ്റ് ചെയ്യുക, എന്താ പറയുക, ഇൻഷോട്ട്, അതേപോലെ തന്നെ തംബ്നെയിലും അതേപോലെ തന്നെ ഇൻട്രോയും ക്യാൻവയിലാണ്. അത്ര തന്നെ ഉള്ളൂ. പിന്നെ അടുത്ത കാര്യമെന്ന് വെച്ചാൽ ഈ സോഷ്യലിലൊക്കെ ഷോർട്ട് നോട്ട്സൊക്കെ വിട്ടിരാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ അങ്ങനെ പഠിക്കുന്ന ആളൊന്നുമല്ല. എൻ്റെ നോക്കി പഠിച്ച് ചിലപ്പോൾ എല്ലാം കൂടി പോകും. അതുകൊണ്ട് ഞാൻ വേണമെങ്കിൽ ആ പ്രിൻ്റ് അടുത്ത വീഡിയോയിൽ കാണിച്ചു തരുന്നുണ്ട്. നിങ്ങൾ ചോദിച്ചതാണ്, അതാണ് തോന്നുന്നുണ്ട്, അത് ഞാൻ കാണിച്ചിട്ടുണ്ട്. പിന്നെ അടുത്തതാണ് ഒരു കമ്പനി ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു, എത്ര ചാപ്റ്റർ പഠിച്ചു കഴിഞ്ഞു, ഫുള്ള് പഠിച്ചു കഴിഞ്ഞോ, ഞാനൊന്നും ഇതുവരെ ബുക്ക് എടുത്തിട്ടില്ല എന്ന്. പഠിച്ചവനെ ഞാൻ ഇതുവരെ ഒരു ചാപ്റ്റർ പഠിച്ചു കഴിഞ്ഞിട്ടില്ല. ആകെ എനിക്ക് ഒരു എക്സാം ഉണ്ടായപ്പോൾ ഏതോ മറ്റേ മാത്സിലേറ്റ് ഒന്ന് പഠിച്ച്, ട്യൂഷനൊക്കെ എടുത്തിട്ടുണ്ട്, പക്ഷെ ഞാനൊന്നും പഠിച്ചിട്ടില്ല, ഒന്നും പഠിച്ചില്ല. എനിക്ക് അറിഞ്ഞൂടാ, ഓരോ കഥപാടാണ്. വീഡിയോ എടുക്കണമെന്ന് മാത്രം ഞാൻ ഒന്ന് ബുക്ക് എടുക്കലുമില്ല, അല്ലാത്ത ദിവസം അങ്ങനെ. പിന്നെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ വലിയ രീതിയിൽ സോഷ്യൽ സയൻസ് പഠിക്കാൻ അയച്ചു. പക്ഷേ ഈ പരിപാടികളൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ഏകദേശം 8:30 ആയിട്ടുണ്ടായിരുന്നു. സോഷ്യൽ സയൻസ് ബുക്ക് എടുത്തതും താഴോട്ട് ഇറങ്ങിയതാണ്. അപ്പം മറിഞ്ഞ് ഫുഡ് കഴിക്കുകയാണെങ്കിൽ പിന്നെ എനിക്ക് മൂഡ് പോയി, ഇനിയിപ്പോൾ പഠിക്കാനുള്ള മൂടൊന്നുമില്ല. ബുക്ക് താഴെ കൊണ്ടുവന്ന് അതേപോലെ മേലെ കൊണ്ടുവന്ന് വെച്ചു. പിന്നെ എൻ്റെ പ്ലാനറാണിത്, നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഞാൻ വേണമെങ്കിൽ ഫോട്ടോ വേണമെങ്കിൽ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ ഫോട്ടോ ഇടാം. അങ്ങനെ പിന്നെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. ബിരിയാണി ആയിരുന്നു, ഉപ്പൻ്റെ ഷോപ്പിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ളതായിരുന്നു. അങ്ങനെ പിന്നെ നമ്മൾ TV ഇരുന്ന് കാണാണ്. ഏതോ ഒരു ഫിലിമാണ് ദിലീപിൻ്റെ, നല്ല അടിപൊളി മൂവി. ഞാൻ പണ്ടെന്നോ കണ്ടതാണ്. അപ്പോൾ അതൊക്കെ ഇരുന്ന് കാണാണ്. ഈ രാത്രി ഇത് മൊത്തം ഇരുന്ന് കംപ്ലീറ്റ് ചെയ്തിട്ടിൻ്റെ ശേഷമായിരുന്നു ഞാൻ ഉറങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും പഠിക്കാനുള്ള നേരമൊന്നും ഉണ്ടാവില്ല എന്ന്. അപ്പോൾ അങ്ങനെ അതൊക്കെ കംപ്ലീറ്റ് ചെയ്തിട്ടാണ് നമ്മൾ കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതല്ലി അവിടെ ഇരുന്ന് ഫോണിൽ കളിക്കുകയാണ്. കാരണം വെച്ചാൽ ഇപ്പച്ചി ഷോപ്പ് കഴിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ വന്നാൽ ഒക്കെ ആദ്യം വേണ്ടത് ഫോണാണ്. അങ്ങനെ ഇപ്പൻ്റെ ഫോണും വാങ്ങി ഞങ്ങൾ ഫോണിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഒരു കാര്യം, നിങ്ങൾക്കില്ലേ ഈ വീഡിയോസിന് എത്ര ലെങ്ത്ത് വേണമെന്ന്, ഒരു മിനിമം എത്ര വേണമെന്ന് നിങ്ങൾ കമൻ്റ് ആക്കുക. എനിക്കറിയാം എൻ്റെ വീഡിയോസ് ഭയങ്കര ലെങ്ത്ത് കുറവാണെന്നും. പിന്നെ ഈ വീഡിയോയിൽ അത്ര അങ്ങനെ ക്ലിപ്സ് ഒന്നും ആഡ് ചെയ്തിട്ടില്ല. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ അടിപൊളിയാക്കാടാ. പിന്നെ അതല്ല, നമ്മൾ ചെറുതായിട്ട് സ്കിൻ കെയർ ഒക്കെ ചെയ്യാണ്. ഞാനിനി 10th കാണല്ലോ, അപ്പോൾ നമുക്ക് സ്കൂളും മദ്രസൊക്കെ കൂടിയാകുമ്പോൾ വീഡിയോ ഇടാൻ കൂടുതൽ നേരം ഉണ്ടാവില്ല. അതുകൊണ്ട് ചിലപ്പോൾ ക്രാഫ്റ്റ് വീഡിയോസ് ഉണ്ടാവില്ല കൂടുതലായിട്ട്. പക്ഷെ നമുക്ക് ഡെയിലി വ്ളോഗ്സ് അപ്ലോഡ് ചെയ്യാം. ഞാൻ മാക്സിമം ശ്രമിക്കാം. അപ്പോൾ നമ്മുടെ വീഡിയോ ഇന്നത്തെ ഇത്ര തന്നെയുള്ളൂ. അപ്പോൾ എല്ലാവർക്കും ബൈ.